ഹലോ, വെൽക്കം ടു ലക്ഷ്മീസ് വേൾഡ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കരിമീനിൻ്റെ മപ്പാസാണ്. അതിന് വേണ്ടി ഞാൻ കരിമീൻ 2-3 കരിമീൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ നമ്മൾ സാധാരണ വറക്കുന്ന പോലെ തന്നെ സ്വല്പം ഉപ്പും മുളകും കുരുമുളകും ഒക്കെ ഇട്ട് നമ്മൾ വറുത്തെടുത്ത് വെച്ചു. ഇനി അതിന് അരപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സ്വല്പം എണ്ണ ഒഴിച്ച് അതിൽ സ്വല്പം കടുകും 2-3 ഉലുവയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചു. അതിലേക്ക് ഞാൻ ഒരു ഉള്ളിയും 2-3 പച്ചമുളകും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നല്ലപോലെ ഒന്ന് വഴണ്ടി വരണം. നമ്മൾ മപ്പാസ് എന്ന് പറയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അത് നമ്മൾ തേങ്ങാപ്പാലിലാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് ഒരു തേങ്ങയാണ് ഞാൻ എടുത്ത് വെച്ചത്. അതിൻ്റെ 1-ാം പാലും 2-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. സ്വല്പം കരിവേപ്പിലയും കൂടെ ഇട്ടു. ഇനി നമ്മളൊരു 1/2 സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് വഴണ്ടി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടികളെന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, കുരുമുളക് പൊടി മാത്രമാണ്. മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയുമാണ് ചേർക്കുന്നത്. മുളക് പൊടി നമ്മൾ ചേർക്കുന്നില്ല. മുളക് പൊടിക്ക് പകരമാണ് നമ്മളതിനകത്ത് കുരുമുളകും പച്ചമുളകും ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനുവേണ്ടി ഞാൻ മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് ഇപ്പോൾ ചേർത്തത്. ഇനി നമുക്ക് ലാസ്റ്റിൽ കൂടെ സ്വല്പം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. 2 ടൊമാറ്റോ അരിഞ്ഞത് ചേർത്തു. അതൊന്നൊന്ന് വഴണ്ട് കിട്ടണം. സ്വല്പം ഉപ്പും കൂടെ ഇട്ട് ആ ടൊമാറ്റോ ഒന്ന് വെന്ത് വരണം. നല്ലപോലെ ഒന്ന് വെന്ത് വരണം. ആ സമയത്ത് നമുക്ക് 2-ാം പാൽ ചേർത്ത് കൊടുക്കാം. 2-ാം പാൽ ചേർത്ത് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കണം. വറുത്ത് വെച്ചിരിക്കുന്ന മീനെന്ന് പറയുന്നത് നമ്മൾ ഒത്തിരി അങ്ങ് മൂപ്പിച്ചെടുക്കണ്ട. ഒന്ന് 1/4 ഭാഗം മാത്രമേ വെന്തിട്ടുള്ളൂ. തിള വരുമ്പോൾ നമുക്കതിലേക്ക് മീനിട്ട് കൊടുക്കണം. ഈ മീൻ കറി കൂട്ടി നമുക്ക് അപ്പത്തിനും ചോറിനും ഒക്കെ ഒരു നല്ല കറിയാണ്. നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അടച്ച് വെച്ച് സ്വല്പം നേരം ഒന്ന് വേവിക്കണം. ഒരു വെള്ളം അങ്ങ് ഒത്തിരി ആണെങ്കിൽ അത് സ്വല്പം ഒന്ന് പറ്റുന്നത് വരെ ഒന്ന് സ്വല്പം നേരം കൂടെ ഒന്ന് മീൻ എളുപ്പം ഒന്ന് വെന്ത് കിട്ടും. ഇപ്പം നമ്മുടെ മീൻ കറി ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്ത് 1-ാം പാൽ ഒഴിച്ച് കൊടുക്കാം. 1-ാം പാൽ ഒരു 3/4 കപ്പോളം ഉണ്ട്. ഇതും കൂടി ഒഴിച്ച് കൊടുത്തു. നമുക്ക് ഇളക്കി നോക്കുകയാണ്. കൂടുതലായോ എന്ന് നോക്കാൻ വേണ്ടിയാണ്. നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ബാക്കി പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തു. നല്ല കുറുകിയിരിക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞ് പിന്നെ നമുക്ക് അതിനകത്ത് അടുപ്പ് ഓഫ് ചെയ്യുകയാണ്. ബാക്കി ഇരുന്ന പാലും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുത്തു. ഇനി നമുക്കതിലേക്ക് സ്വല്പം കുരുമുളക് പൊടിയും ലാസ്റ്റ് സ്വല്പം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. മൊത്തം നമ്മൾ 1 സ്പൂണോളം കുരുമുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്തത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കരിമീൻ മപ്പാസ് റെഡി. എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു കറിയാണ്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാം നമുക്ക് ഇടിയപ്പത്തിനും അപ്പത്തിനും പുട്ടിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ കറി. ഓക്കെ, താങ്ക് യു.